നമസ്കാരം. തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-നെ പ്രതിരോധത്തിലാക്കി ചലച്ചിത്ര പ്രവർത്തക ഡോക്ടർ ആശ ആച്ചി ജോസഫിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. പ്രമുഖ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിൽ നിന്നും നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടും നീതി നിഷേധിക്കപ്പെട്ടുവെന്ന വെളിപ്പെടുത്തൽ പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. മുഖ്യമന്ത്രിയെ നേരിട്ട് വിശ്വസിച്ച് പരാതി നൽകി 14 ദിവസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തത് സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ വാദങ്ങൾ വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്നു. കേസ് അട്ടിമറിക്കാനും പരാതി ഒത്തുതീർപ്പാക്കാനും PT കുഞ്ഞുമുഹമ്മദിന്റെ ദൂതന്മാർ തന്റെ വീട്ടിലെത്തിയെന്ന ഗുരുതര ആരോപണവും ആശ ഉന്നയിച്ചിട്ടുണ്ട്. താൻ ഏറെ വിശ്വസിച്ചിരുന്ന പ്രമുഖർ പോലും കുഞ്ഞുമുഹമ്മദിന് വേണ്ടി ഇടനിലക്കാരായി എത്തിയത് തന്നെ അത്ഭുതപ്പെടുത്തിയെന്നും ആശ പറയുന്നു. മാപ്പ് നൽകിയാൽ മതിയെന്നും ഇതൊരു ചെറിയ കാര്യമല്ലേ എന്നും ചോദിച്ചാണ് ഇവർ സമീപിച്ചത്. അധികാരമുള്ള പുരുഷന്മാർക്ക് എന്തുമാകാമെന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും ഇതിനെ തടയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി സർക്കാരിനില്ലെന്നും അവർ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു മറുപടി പോലും ലഭിക്കാതിരുന്നതും വാർത്തകൾ വന്നതിന് ശേഷം മാത്രം FIR രജിസ്റ്റർ ചെയ്തതും ആഭ്യന്തര വകുപ്പിന്റെ ബോധപൂർവമായ വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുന്ന CPM-ന് ന്യായീകരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ഒരു സ്ത്രീയുടെ അന്തസ്സിനേക്കാൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും പ്രതിസ്ഥാനത്തുള്ളവരുടെ സ്വാധീനത്തിനുമാണ് ഇവിടെ പ്രാധാന്യം ലഭിച്ചതെന്നും ആശ തുറന്നടിക്കുന്നു. ഈ സംഭവം പിണറായി വിജയന്റെ സ്ത്രീ സുരക്ഷാ പ്രസംഗങ്ങളുടെ മുനയൊടിക്കുന്നതാണ്. തന്റെ സുരക്ഷ തനിക്ക് മാത്രമുള്ള ഉത്തരവാദിത്തമാണെന്ന് ഇരക്കി പറയേണ്ടി വരുന്നത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് നാണക്കേടാണ്. നീതി ലഭിക്കും വരെ പൊരുതുമെന്ന് പ്രഖ്യാപിച്ച ആശ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ സിസ്റ്റത്തിന് കഴിയുന്നില്ല. കേസിന്റെ അവസ്ഥ എന്താകുമെന്ന് ആശങ്കയുണ്ട്. അധികാരമുള്ള പുരുഷന്മാർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമാണ്. ഇത് തടയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഇവിടെയില്ല. ആരോപണ വിധേയനെ ഔദ്യോഗിക പദവികളിൽ നിന്നും നീക്കണമെന്ന വ്യവസ്ഥ പോലും പാലിക്കപ്പെട്ടില്ലെന്നും ഡോക്ടർ ആശ ആച്ചി ജോസഫ് തുറന്നടിച്ചു. അതിക്രമം കടുത്ത മാനസിക ആഘാതമുണ്ടാക്കി. വിശദമായ പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി ലഭിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി 14 ദിവസം കഴിഞ്ഞിട്ടും FIR ഇട്ടില്ല. പോലീസിനെ ബന്ധപ്പെട്ടപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നറിഞ്ഞു. മുഖ്യമന്ത്രിക്ക് കത്തയച്ച ശേഷം 2 വനിതാ പോലീസുകാർ വീട്ടിലെത്തി അതിക്രമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങിയപ്പോൾ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ പിന്നീട് വാർത്ത വന്ന ശേഷമാണ് FIR ഇട്ടത്. ഇതോടെ താൻ വിശ്വസിച്ചിരുന്ന സിസ്റ്റത്തിൽ സംശയം തോന്നി തുടങ്ങി. സെലക്ഷൻ കമ്മിറ്റി ജൂറി എന്ന നിലയിൽ എല്ലാവരും ഒരുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അത്തരത്തിലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കെ അതിലൊരാൾ ഇത്തരത്തിൽ പെരുമാറുന്ന സംഭവം ഉണ്ടായപ്പോൾ തന്നെ അഭിമാനം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നുവെന്നും ആശ ആച്ചി പറയുന്നു. കേസിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വേണമെന്നും ആശ ജോസഫ് പറയുന്നുണ്ട്. പരാതി നൽകിയ ശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും തന്നോട് പറഞ്ഞില്ല. ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ സിസ്റ്റത്തിന് കഴിയുന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ്. ഈ സിസ്റ്റം ആർക്കൊപ്പമാണെന്ന് മനസ്സിലാകുന്നില്ല. പ്രോസിക്യൂട്ടറോട് സംസാരിക്കാൻ നിരവധി തവണ ശ്രമിച്ചിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപ് ശ്രമിച്ചു. എന്നാൽ വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. വിധി വന്ന ശേഷം പ്രോസിക്യൂട്ടറോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി കേസിന്റെ അവസ്ഥ എന്താകുമെന്ന് ആശങ്കയുണ്ടെന്നും ആശ ആച്ചി ജോസഫ് പറയുന്നു. നവംബർ 23-ന് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. 2 ആഴ്ചയിലേറെ കഴിഞ്ഞ് ഡിസംബർ 8-ന് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടും FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇതിനിടെ അക്കാദമി ഭാരവാഹികൾ ഫോണിലൂടെ ദുഃഖം രേഖപ്പെടുത്തി. വാഗ്ദാനങ്ങൾ പലതും നൽകി. മിണ്ടാതിരിക്കുന്നത് തന്റെ അന്തസ്സിന്മേൽ നടക്കുന്ന 2ാമത്തെ അതിക്രമം എന്ന് തോന്നിയെന്നും ആശ ആച്ചി ജോസഫ് പറയുന്നു. എന്തായാലും ആശയുടെ പ്രതികരണത്തിലൂടെ തുറന്നു പറച്ചിലൂടെ PT കുഞ്ഞുമുഹമ്മദ് എന്ന CPM സഹകാരിയെ രക്ഷിക്കുന്ന പിണറായി വിജയന്റെ യഥാർത്ഥ മുഖം കേരളം തിരിച്ചറിയുകയാണ്.